മലയാള സിനിമയിലെ ഒരു യുവ നക്ഷത്രം എന്നൊക്കെ വിളിക്കാവുന്ന ഒരാളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയൊരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിൽ നിന്നും തുടങ്ങി മലയാള സിനിമയിലെ 100 കോടി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടനായിട്ട് മാറി. ദിസ് വീഡിയോ ഇസ് എ ഡീറ്റെയിൽഡ് കരിയർ അനാലിസിസ് ഓഫ് നസ്ലിൻ. ഇത്രയും ചുരുങ്ങിയ ഒരു കാലയളവിൽ തന്നെ നസ്ലിന്റെ ആ ഒരു വളർച്ച എന്ന് പറയുന്നത് തികച്ചും അത്ഭുതാവഹമായിരുന്നു എന്ന് വേണം പറയാൻ. അതിന്റേതായ അസൂയ പലരിലും കാണാനും ഉണ്ട്. ഏകദേശം 20ഓളം സിനിമകളിലാണ് നസ്ലിൻ ഇതുവരെയായിട്ട് അഭിനയിച്ചിട്ടുള്ളതെങ്കിലും ആ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ മലയാളത്തിലെ മറ്റ് ചില നടന്മാർക്ക് പോലും നേടിയെടുക്കാൻ പറ്റാത്തത്രയും സ്റ്റാർഡവും ഫാൻ ബേസും നസ്ലിൻ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നേടിയെടുത്തു എന്ന് വേണം പറയാൻ. മലയാള സിനിമയിലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ചില നടന്മാരുടെ കൂട്ടത്തിൽ നസ്ലിനെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം അത്രയും വെല്ലുവിളികളിലൂടെയാണ് നസ്ലിൻ നമ്മുടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. ഒരു നസ്ലിൻ സിനിമ റിലീസ് ആവുമ്പം വലിയൊരു ആരാധക കാത്തിരിപ്പും അതേപോലെ തന്നെ ഹൈപ്പും ആ ഒരു സിനിമയ്ക്ക് പൊതുവേ ഉണ്ടാവാറുണ്ട്. ഇനി വരാൻ പോകുന്ന സിനിമയ്ക്കായാലും വലിയൊരു കാത്തിരിപ്പാണ് ആരാധകർ നടത്തുന്നത്. ഏതായാലും നസ്ലിന്റെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം മുതൽ സംസാരിക്കുവാണെങ്കിൽ നസ്ലിൻ കെ ഗഫൂർ എന്നുള്ളതാണ് നസ്ലിന്റെ യഥാർത്ഥ പേര്. 2000 ജനിച്ച ഒരു ഏർലി 2K കിഡായ നസ്ലിൻ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ജനിച്ചത്. നമ്മുടെ മമ്മൂട്ടിയുടെ മധുര രാജ സിനിമയില് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ക്രൗഡിനടക്ക് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നായിരുന്നു നസ്ലിൻ മലയാള സിനിമയിൽ ആദ്യമായിട്ട് മുഖം കാണിച്ചത്. പക്ഷെ അത് ആകെ ചെറിയൊരു സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് അതാരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. പിന്നീട് അതേ വർഷം തന്നെ, അതായത് 2019 ഗിരീഷ് ഏടി ഡയറക്ട് ചെയ്ത കണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന സിനിമ. നമ്മുടെ മാത്യു തോമസ് ആണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നതെങ്കിലും പടം മൊത്തത്തിൽ അങ്ങ് സ്കോർ ചെയ്തത് അത് നസ്ലിൻ ആയിരുന്നു. അത്യാവശ്യം മോശമില്ലാത്തൊരു വേഷം കിട്ടിയ തന്റെ ആദ്യത്തെ സിനിമയായിരുന്നിട്ട് കൂടി ആ ഒരു വളരെ നിഷ്കളങ്കമായ ഒരു അഭിനയ ശൈലി ആ ഒരു സമയത്ത് നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി. അല്ല, നീ വിക്കറ്റ് കീപ്പർ അല്ലേ? നിനക്ക് ചാടി പിടിക്കാൻ പാടില്ലായിരുന്നു വൈഡ് പോയത്. പിന്നെ 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ പോണ ബോൾ ചാടി പിടിക്കാൻ ഞാൻ ഡിങ്കനാ. നസ്ലിൻ ഈ ഒരു സിനിമയിൽ ചെയ്ത മെൽവിൻ എന്ന കഥാപാത്രം സിനിമയിലെ നായകനേക്കാൾ ആരാധക പ്രശംസ നേടി. നസ്ലിന്റെ തണ്ണീർമത്തൻ സിനിമയിലേക്കുള്ള ആ ഒരു വരവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. തണ്ണീർമത്തൻ മോർ ഓവർ നസ്ലിനെ ഓഡിഷൻ ചെയ്ത് ഞാനായിരുന്നു ഏറ്റവും ഫസ്റ്റ്. ബാക്കി എല്ലാവരും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു. നസ്ലിനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചൊന്നുമില്ല. ഞങ്ങള് മാത്യുവിനെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നായകനെ നമ്മൾ അന്വേഷിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഗിരീഷിനോട് പറഞ്ഞു ഇവനൊക്കെ നായകനാക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട് ഇവന്. അവൻ വരുമ്പോ തന്നെ ഞാൻ അവിടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോ അങ്ങനെ അപ്പൊ ഇങ്ങനോട് പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട, നീ പൊക്കോ. അല്ലേട്ടാ ഞാൻ ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ അല്ലടാ നീ സെലക്ട് ചെയ്ത് നീ പൊക്കോ. ഞാൻ ചെയ്യാ അങ്ങനെ അവനപ്പൊ തന്നെ പൊക്കോ സെലക്ട് ചെയ്തപ്പോ തന്നെ. പിന്നീട് സുരേഷ് ഗോപി, DQ ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ ദുൽഖറിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് സീനിൽ മറ്റൊരു വേഷം ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, തണ്ണീർമത്തനിലെ ആ ഒരു പക്കാ കോമഡി ക്യാരക്ടറിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇമോഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത്. ദുൽഖറിന്റെ ചെറുപ്പകാലമായ ബിബീഷ് എന്ന കഥാപാത്രം നസ്ലിൻ ചെയ്തപ്പോൾ അത്യാവശ്യം കൺവിൻസിംഗ് ആയിരുന്നു. പിന്നീട് നസ്ലിന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് 2021 കുരുതി റിലീസായി. കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പടം ഒരു OTT റിലീസ് ആയിരുന്നു. പൃഥ്വിരാജ് ചെയ്ത ഒരു വില്ലൻ കഥാപാത്രത്തോടൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു വേഷം തന്നെയായിരുന്നു നസ്ലിന്റേത്. സിനിമയിലെ നസ്ലിന്റെ പ്രസൂൽ എന്ന കഥാപാത്രം മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയെടുത്തത്. നസ്ലിന്റെ സിനിമാ കരിയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണിത്. അതേ വർഷം തന്നെ റോജിൻ തോമസ് ഡയറക്ട് ചെയ്ത ഇന്ദ്രൻസ്, മഞ്ജു പിള്ള, ശ്രീനാഥ് ബാസി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന ഹോം എന്ന സിനിമ റിലീസായി. ഈ ഒരു പടം അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയതിൽ നസ്ലിന്റെ പങ്ക് വളരെ വലുതാണ്. Hi guys, it's me, your Charles from the channel Charles Techie. Sorry guys, Techie boy. അതിലെ ആ ഒരു ക്യാരക്ടറിന്റെ പേര് വരെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ചാൾസ് ഒലിവർ ട്വിസ്റ്റ്. പിന്നീട് അതേ വർഷം തന്നെ ദിലീപിന്റെ കൂടെ കെ വീടിന്റെ നാഥൻ എന്ന സിനിമയിൽ അഭിനയിച്ചു. ആ ഒരു പടം ചെറിയ രീതിയിൽ ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും നസ്ലിന്റെ ആ ഒരു സിനിമയിലെ ഹ്യൂമറും കാര്യങ്ങളൊക്കെ പലർക്കും അത്യാവശ്യം കണക്ട് ആയ ഒന്നായിരുന്നു. പിന്നീട് 2022 4 പടങ്ങളാണ് നസ്ലിന്റേതായിട്ട് റിലീസ് ചെയ്തത്. അതിൽ ആദ്യത്തെ സിനിമയാണ് സൂപ്പർ ശരണ്യ. പിന്നീട് വീണ്ടും പഴയ 2 സിനിമകളുടെയും ആവർത്തനം. വീണ്ടും ഒരു കോമഡി ക്യാരക്ടറായിട്ടായിരുന്നു നസ്ലിൻ ആ ഒരു സിനിമയിലും വന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കൈൻഡ് ഓഫ് കോമഡിക്ക് തന്നെ അത്യാവശ്യം യുണീക്നെസ് ഉണ്ടായിരുന്നു. എനിക്കറിയാം, നിനക്ക് സൂപ്പർ ശരണ്യ ഒരു ഫീമെയിൽ സെൻട്രിക് മൂവി ആയിരുന്നിട്ട് കൂടി നസ്ലിന്റെ അതിലെ ആ ഒരു ക്യാരക്ടറും അടിപൊളിയായിരുന്നു. സിനിമയിൽ ഒരു തല്ലുകൊള്ളി ക്യാരക്ടർ ആയിരുന്നാലും നായകനേക്കാൾ കൂടുതൽ കയ്യടി നേടിയത് നസ്ലിൻ തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ. പിന്നീട് ഷറഫുദ്ദീന്റെ കൂടെ പത്രോസിന്റെ പടപ്പുകൾ എന്ന സിനിമയിൽ അഭിനയിച്ചു. പടം അത്ര കണ്ടൊരു വിജയമാവാത്തോണ്ട് തന്നെ നസ്ലിന്റെ ക്യാരക്ടറും അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് ജയറാമിന്റെ കൂടെ മകൾ എന്ന സിനിമയിൽ അഭിനയിച്ചു. എഗെയിൻ ആ ഒരു സെയിം ഹ്യൂമർ സ്റ്റൈൽ തന്നെയാണ് ഫോളോ ചെയ്തതെങ്കിലും അതൊന്നും അത്ര കണ്ട് മടുപ്പിക്കുന്നൊന്നായിരുന്നില്ല. ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ നസ്ലിൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പടം ഇത്രയും എൻഗേജിംഗ് ആയിട്ട് കാണാൻ പറ്റിയത്. എല്ലാവർക്കും എന്നെ മതി. മലയാളത്തിലെ സിനിമാ പ്രേമികൾക്കിടയിൽ അത്യാവശ്യം വലിയൊരു ഫാൻ ബേസ് തന്നെ തന്റേതായ ഒരു ഹ്യൂമർ പ്രസന്റിംഗ് സ്കില്ലിലൂടെ ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്തെടുത്തു എന്ന് വേണം പറയാൻ. പിന്നീട് അതേ വർഷം തന്നെ ജോ എന്ന സിനിമ റിലീസ് ചെയ്തു. തണ്ണീർമത്തിന് ശേഷം മാത്യു തോമസും നസ്ലിനും ഒന്നിച്ചഭിനയിക്കുന്ന സിനിമ കൂടിയായിരുന്നു ഇത്. ഈ സമയത്ത് ഈ 2 പേരുടെയും ഫാൻ ബേസ് ഒക്കെ അത്യാവശ്യം സെയിം ആയിരുന്നു. സിനിമയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബോക്സ് ഓഫീസ് സക്സസ് ആയിരുന്നു. ഞാൻ സിഗരറ്റ് വലിക്കും, തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നീട് 2023